ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീകളോടാണേ. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം. അതായത് ഈ വലിച്ചു വാരി കഴിക്കുന്ന കണ്ടതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് ലിമിറ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവൂലേ, അതിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായിരിക്കുക. അതായത് പാട്ട്, ഡാൻസ് അറിയുന്നവർക്ക് ഡാൻസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അല്ലറ ചില്ലറ ഹോബിയൊക്കെ ഉണ്ടാവുമല്ലേ, അതൊക്കെ അതിലൊക്കെ നല്ല ആക്റ്റീവായിരിക്കുക. പിന്നെ യോഗ നമുക്കറിയുന്ന ആ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ മാംസം അങ്ങനെ അതൊന്നുമല്ല, അല്ലാതെ പഴവർഗ്ഗങ്ങൾ, പിന്നെ അങ്ങനെ പിന്നെ ഈ എന്നാ പറയണ്ടേ, നിങ്ങൾക്കറിയാമല്ലോ, നല്ല നല്ല ഭക്ഷണത്തിന് ഉദ്ദേശിക്കുന്ന ഈ ബദാം അങ്ങനത്തെ തന്നെ കാര്യം. ഞാനിതൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെങ്കിൽ ഇപ്പോഴൊക്കെ ഭയങ്കര വിലയല്ലേ, എന്നാലും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് വാങ്ങിക്കഴിക്കുക. പിന്നെ എന്നാ പറയേണ്ടത്, മനസ്സെപ്പോഴും ഹാപ്പിയായി വെക്കാൻ നോക്കുക. എത്ര വിഷമമുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഒരു അറയിലേക്ക് മാറ്റി ഒതുക്കി അതവിടെ താഴിട്ട് പൂട്ടുക. തുറക്കേണ്ട സമയം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത് എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് ആവർത്തിച്ച് അതൊക്കെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക. നമ്മൾ കൂടുതൽ പിന്നെ ദൈവമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും അത് തരണം ചെയ്യാനുള്ള ഒരു ഭയങ്കരം നമുക്കൊരു എനർജി ഉണ്ടാകും. ദൈവമാണ് എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക. പിന്നെ ജീവിതത്തിൽ നമ്മൾ എത്ര താഴ്ത്തപ്പെട്ടാലും അതൊരു പുഞ്ചിരിയോടുകൂടി നമ്മളത് എടുക്കുക. പിന്നെ നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, കരയാൻ. നിസ്സഹായാവസ്ഥയിൽ കരയാനല്ലാതെ എന്തെങ്കിലും പറ്റുമോ? അതുകൊണ്ട് കുറച്ചൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ആ കണ്ണീരൊഴുക്കുക. അത് നമ്മുടെ വിഷമം തീരാനാ, നമ്മൾ ആക്റ്റീവ്, നമ്മൾ സന്തോഷമായിരിക്കാനാ. അത് ദൈവം അവിടെ നിന്ന് നമ്മളറിയുന്നില്ല ദൈവം ദൈവത്തെ കാണാൻ പറ്റത്തില്ലല്ലോ. ദൈവം നമ്മളെ ഏത് അവസ്ഥയിലാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്ന് നമ്മൾ കാണുകയില്ല. പക്ഷേ അതൊരു സത്യം, നഗ്നമായ സത്യമാണ്. ദൈവം നമ്മുടെ കൂടെ, നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രത്തോളം ദൈവം നമ്മുടെ ചാരയുണ്ട്. അത് എനിക്ക് അനുഭവമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ കടമകളൊക്കെ നമ്മൾ നിർവഹിക്കുക. അതൊക്കെയല്ലേ ഉള്ളൂ.